കാലം ചില വാക്കുകൾ ചിലർക്ക് മാത്രം ശരിയായ സമയത്ത് എത്തിക്കും. ജീവിതത്തിൽ തോറ്റുപോയെങ്കിൽ ഈ ഒരു 3 മിനിറ്റ് വീഡിയോ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. ഒരു സത്യം പറയാം, ഇത് സുഖമുള്ളൊരു വാക്കല്ല, പക്ഷേ സത്യം അങ്ങനെയാണ്. കഴിവില്ലാത്തതിനെ പ്രപഞ്ചം ഒരിക്കലും തിരഞ്ഞെടുക്കുകയില്ല. കാരണം പ്രപഞ്ചം ദയയോടെയല്ല, നിയമങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത്. വിത്തുകളെ നോക്കൂ, ആയിരക്കണക്കിന് വിത്തുകൾ മണ്ണിൽ വീഴും. പക്ഷേ എല്ലാം മുളയ്ക്കുമോ? ഇല്ല. മുളയ്ക്കുന്നത് അതിലെ കരുത്തുള്ള വിത്തുകൾ മാത്രമാണ്. സാഹചര്യത്തെ സഹിക്കുന്ന വിത്താണ്. മണ്ണിനടിയിലെ ഇരുട്ടിൽ പോലും ജീവിക്കാൻ തീരുമാനിക്കുന്ന വിത്തുകളാണ് മുളയ്ക്കാറുള്ളത്. മണ്ണ് ആരോടും കരുണ കാണിക്കുന്നില്ല. കഴിവുള്ളവനെ മാത്രം അത് മുകളിലേക്ക് വിടുന്നു. പക്ഷികളെ നോക്കൂ, കുഞ്ഞു പക്ഷികൾക്ക് ചിറകുണ്ടാവും. പക്ഷേ ചിറകുണ്ടെന്നത് മാത്രം പറക്കാനുള്ളൊരു ഉറപ്പല്ല. പലപ്പോഴും ഈ ചെറിയ ചിറക് കൊണ്ട് അതിന് പറക്കാൻ കഴിയാത്ത പക്ഷികളെല്ലാം മറ്റുള്ള ജീവികൾക്കൊക്കെ ആഹാരമായി മാറുകയാണ് ചെയ്യാറുള്ളത്. കൂട്ടിൽ നിന്ന് ചാടുന്ന നിമിഷം അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ നിമിഷങ്ങൾ ആരംഭിക്കുകയാണ്. പറക്കാൻ ശ്രമിക്കുന്ന പക്ഷിയെ ആകാശം സ്വീകരിക്കുകയുള്ളൂ. അതിന് കഴിയാത്ത പക്ഷിയെ കാലം മറക്കും. കാട്ടിലെ നിയമങ്ങൾ നോക്കൂ. കാട്ടിൽ ദുർബലർക്കായി പ്രത്യേക നിയമമൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ദുർബലരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും വികലാംഗരായിട്ടുള്ളവർക്ക് വേണ്ടിയുമൊക്കെ പ്രത്യേക നിയമങ്ങളുണ്ട്, നാം തന്നെ ഉണ്ടാക്കിയ നിയമങ്ങൾ. എന്നാൽ കാട്ടിൽ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. പ്രകൃതിക്കോ പ്രപഞ്ചത്തിനോ അങ്ങനെ യാതൊരു നിയമവുമില്ല. കഴിവുള്ളവരെ മാത്രം അംഗീകരിച്ച് കയറ്റിവിടുക എന്നതാണ് പ്രപഞ്ചത്തിലെ നിയമം. ആ നിയമം ഒരു പരിധിവരെ മനുഷ്യൻ്റെ നിയമങ്ങൾക്കും മേലെയാണ്. അതുകൊണ്ട് തന്നെ കഴിവില്ലാത്തവർ മനുഷ്യരായാലും മറ്റു മനുഷ്യരുടെ കാരുണ്യമില്ല എങ്കിൽ തീർച്ചയായും അവഗണിക്കപ്പെടുക തന്നെ ചെയ്യും. മൃഗങ്ങൾ ജാഗ്രതയുള്ളവരും വേഗമുള്ളവയും സാഹചര്യങ്ങളെ പഠിക്കുന്നവയും മാത്രമാണ് നിലനിൽക്കുന്നത്. പ്രകൃതി ആരോടും പറയില്ല, സാരമില്ല, നീ ദുർബലനാണ്, നിനക്ക് ഇനി അവസരങ്ങളുണ്ടാവും എന്നൊന്നും പ്രകൃതി പറയാറില്ല. ഇവിടെ അതിജീവനം മാത്രമാണ് ഭാഷ. നമുക്ക് മനുഷ്യൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ മനുഷ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യന് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷേ കഴിവുകൊണ്ട് മാത്രം ജീവിതം നൽകില്ല. കഴിവ് ഉപയോഗിക്കുന്ന മനുഷ്യനെയാണ് കാലം ഓർക്കുന്നത്. കഴിവ് മറച്ചു വെച്ചാൽ, അത് ഉപയോഗിക്കാതിരുന്നാൽ മനുഷ്യനും വ്യത്യസ്തനല്ല. കാലം അവനെയും പതുക്കെ ഉപേക്ഷിക്കും. ഇതൊരു ഭീഷണിയല്ല, ഇത് നിരാശയുമല്ല, ഇത് സ്വാതന്ത്ര്യമാണ്. കാരണം പ്രപഞ്ചം പറഞ്ഞത് ഇതാണ്: നീ കഴിവുള്ളവനാണ്, അത് തെളിയിക്കുക. പറക്കാൻ ധൈര്യം കാണിച്ച പക്ഷിയെപ്പോലെ, മുളയ്ക്കാൻ തീരുമാനിച്ച വിത്തിനെ പോലെ നിന്റെ കഴിവ് ഉപയോഗിച്ചാൽ കാലം നിന്നെ ഒരിക്കലും തള്ളുകയില്ല. കാലം നിന്നെ തന്നെയാണ് തിരഞ്ഞെടുക്കുക. ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ്. ഈ നിയമം ഈ പ്രപഞ്ചത്തിൽ എന്നെന്നും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നാം എല്ലാം ഒരു ബീജമായിരിക്കുമ്പോൾ പോലും ഏറ്റവും കഴിവുള്ള ബീജത്തെ മാത്രമാണ് ഈ പ്രപഞ്ചത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത്. ആകയാൽ നാം എല്ലാവരും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യത്തെ മനസ്സിലാക്കുകയും അത് പ്രകാരമായിട്ട് നാം നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് അതിജീവിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ അതിജീവിക്കാൻ പോലും തയ്യാറാവാത്ത ആളുകൾ തീർച്ചയായിട്ടും ശക്തിയില്ലാത്ത വിത്തുകളെ പോലെ ആയി മാറുന്നതായിരിക്കും. ഈ പ്രപഞ്ചം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവരെ നശിപ്പിച്ചു കളയുന്നതുമായിരിക്കും. കഴിവുള്ളവർ അപ്പോഴും ഇവിടെ അതിജീവിക്കുന്നുണ്ടാവും. ഈ സത്യത്തെ മനസ്സിലാക്കുക.